ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ സ്പൈനൽ ട്യൂമറിനെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ എന്താണ് ബ്രെയിൻ ട്യൂമർ? നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന ഒരു വളർച്ചയാണോ നമ്മൾ ബ്രെയിൻ ട്യൂമർ എന്ന് പേരിട്ട് വിളിക്കുന്നത്? സാധാരണ നമ്മൾ ബ്രെയിൻ ട്യൂമർ എന്ന് പറയുമ്പോൾ അതൊരു കുറച്ചും കൂടെ ഒരു വലിയൊരു ക്ലാസിഫിക്കേഷനാണ്. ഇപ്പം ബ്രെയിൻ ട്യൂമർ എന്ന് പറയുമ്പം അത് ഒരു ക്യാൻസറസ് കൊണ്ടുണ്ടാവുന്ന ഒരു ട്യൂമർ, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, അതായത് ഇപ്പം TB പോലുണ്ടാവുന്ന കട്ടികൾ, ഇതിനെയൊക്കെ നമ്മൾ ബ്രെയിൻ ട്യൂമർ എന്ന് ക്ലാസിഫൈ ചെയ്യും. പക്ഷെ അതിൽ അധികം കൂടുതലായി കണ്ടുവരുന്നത് ക്യാൻസറസും പിന്നെ ബിനൈനുമായിട്ടുള്ള കണ്ടീഷൻസ് ആണ്. അതായത് ബിനൈൻ ട്യൂമർ എന്ന് പറയുന്നത് ക്യാൻസറസ് അല്ല. ബിനൈൻ ട്യൂമറുകളും ക്യാൻസറസ് ആകണമെന്ന് നിർബന്ധമില്ല. ഇത് എത്രത്തോളം സാധാരണമാണ് നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഈ ബ്രെയിൻ ട്യൂമേഴ്സ്? മറ്റുള്ള ട്യൂമറുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു ട്യൂമർ അല്ല. എന്നാലും ആളുകളിൽ ഈ അവസ്ഥ ഇപ്പോൾ അധികമായി കണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും ഉള്ള ട്യൂമർ ബ്രെയിനിലേക്ക് വരുന്ന ഒരു കണ്ടീഷൻ, അതായത് ഇപ്പം നമ്മുടെ ലങ്സിൽ, കിഡ്നിയിൽ, പിന്നെ ബ്രസ്റ്റിൽ വരുന്ന ക്യാൻസറുകൾ ബ്രെയിനിലേക്ക് പടർന്നു വരുന്ന ബ്രെയിൻ ട്യൂമറുകൾ. പിന്നെ അല്ലാതെ ഈ മെനിഞ്ചിയോമ അങ്ങനത്തെ കുറച്ച് ക്യാൻസറുകളുണ്ട്. അത് ക്യാൻസറസ് എന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ക്യാൻസറുകളും കാണാറുണ്ട്. പക്ഷെ ഇതൊരു സർവ്വസാധാരണമായിട്ട് കാണാറില്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഈ MRIയും CTയും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഡിറ്റക്ട് ചെയ്ത് തുടങ്ങിയതുകൊണ്ട് ഏകദേശം കുറച്ചൊരു ഫ്രീക്വൻസി കൂടുന്നുണ്ട് ഇത് കണ്ടുപിടിക്കുന്നതിന്റെ. ഡോക്ടർ പറഞ്ഞു വരുന്നത് മെറ്റാസ്റ്റാറ്റിക് ട്യൂമർ എന്ന് പറയുന്ന അത്തരം ട്യൂമറുകളാണ് ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നത് അല്ലേ? ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന മെറ്റാസ്റ്റാറ്റിക് ട്യൂമറുകളാണ്. പ്രൈമറി ട്യൂമേഴ്സിന്റെ അതിന്റെ കണ്ടുപിടുത്തം ഇതിനെയും കാട്ടിയും കുറവാണ്. സാധാരണ നമ്മളൊരു വേറൊരു ട്യൂമറിന് വേണ്ടി നമ്മൾ വർക്കപ്പ് ചെയ്യുമ്പോൾ, ഇപ്പം പെറ്റ് സ്കാൻ പോലത്തെ സ്കാനുകളുടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടുവരുന്ന ബ്രെയിൻ ട്യൂമറുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. പക്ഷേ അല്ലാതെ വരുന്ന ഈ പ്രൈമറി ട്യൂമറുകളുടെ എണ്ണം മെറ്റാസ്റ്റാറ്റിക് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. എന്തായിരിക്കും അങ്ങനെ ഈ ട്യൂമറുകൾ ശരിക്കും ബ്രെയിനിൽ ഉണ്ടാകാനും ഒക്കെ കാരണം? ഡോക്ടർ പറഞ്ഞു മറ്റു സ്ഥലത്തെ ക്യാൻസർ ഒരു കാരണമാകാം. അതല്ലാതെ എന്തെല്ലാം കാരണം കൊണ്ട് ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ടാകാം? സാധാരണ ഇതുവരേക്കും അങ്ങനെ ഒരു പ്രോപ്പർ ടെസ്റ്റിംഗ് ആയിട്ടും അങ്ങനെ ഒരു കാരണമായിട്ട് നമ്മളൊന്നും കണ്ടിട്ടില്ല. അതായത് ഈ ഒരു കാരണം കൊണ്ടാണ് വരുന്നതെന്ന്. പക്ഷേ സാധാരണഗതിയിൽ ഈ ബ്രെയിൻ ട്യൂമറുകൾ നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കുന്നത് ആളൊരു സിംറ്റമാറ്റിക് ആകുമ്പോഴാണ്. അപ്പം സാധാരണഗതിയിൽ ഇതിനെ ഒരു പ്രത്യേകിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ അങ്ങനെ ചില ജനിതക എഫക്റ്റുകൾ കൊണ്ടുവരാം. അല്ലാണ്ട് ഇത് സാധാരണ അങ്ങനെ കാണുന്നതല്ല. കാരണം പറയാൻ കഴിയില്ല. നമുക്ക് ഈ ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പറയാൻ കഴിയുമോ? പ്രത്യേകിച്ച് ഈ ട്യൂമറിന്റെ വലിപ്പം, ആ ട്യൂമർ എവിടെയാണോ ഉണ്ടായിട്ടുള്ളത്, ഇതൊക്കെ അനുസരിച്ച് ട്യൂമർ കൊണ്ടുണ്ടാവുന്ന ലക്ഷണങ്ങൾ വ്യത്യസ്തമാകില്ലേ? എങ്ങനെയാണ് സാധാരണ ലക്ഷണങ്ങൾ പറയുക? സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണം എന്ന് വെച്ചാൽ തലവേദന. അത് അതിരാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള തലവേദനയും അതുകൊണ്ടുണ്ടാവുന്ന ഛർദിയും ആണ് സാധാരണഗതി കാണുന്നത്. എന്നാൽ ചില ലൊക്കേഷനിൽ വരുന്ന ട്യൂമറുകൾക്ക് അപസ്മാരങ്ങളായിട്ട് വരാം. പിന്നെ ഇപ്പം നമ്മുടെ ഈ കൈകാലുകൾ മൂവ് ചെയ്യുന്ന ഫൈബറിന് ആ ഭാഗത്ത് വരുന്ന ട്യൂമറുകൾക്ക് കൈകാൽ തളർച്ചയായിട്ട് വരാം. ചിലർക്ക് സംസാരശേഷി പോയി വരാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ ട്യൂമർ പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ തലവേദനയും നമുക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. എങ്ങനെ ഇത് തിരിച്ചറിയാൻ പറ്റും? ഇത് ബ്രെയിൻ ട്യൂമർ കൊണ്ട് ഉണ്ടാകുന്ന തലവേദനയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വല്ല മാർഗമുണ്ടോ? ഉണ്ട്. നമ്മളൊരു നല്ല പ്രോപ്പറായിട്ടൊരു ചോദ്യങ്ങളിലൂടെ, അതിപ്പം അതിരാവിലെ വരുന്ന തലവേദനകളാണോ, പിന്നെ ആ തലവേദനയുടെ കൂടെ ഛർദിലുണ്ടോ, ആ ഛർദിൽ കഴിയുമ്പോൾ തലവേദനയ്ക്ക് ശമനമുണ്ടോ, കണ്ണിന്റെ കാഴ്ച കുറവുണ്ടോ, ഇങ്ങനെ കുറച്ച് അടയാളങ്ങളുണ്ട്. പിന്നെ അതിന്റെ കൂടെ അപസ്മാരങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സംശയിക്കാം. പിന്നെ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ MRI അല്ലെങ്കിൽ CT സ്കാൻ വെച്ചാണ് നമ്മൾ ഇതിനെ നിർണ്ണയിക്കുന്നത്. ഈ ലക്ഷണങ്ങൾ തോന്നുമ്പോൾ മറ്റേതെങ്കിലും അസുഖമായിട്ട് നമുക്ക് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടോ? കാരണം ഇതെല്ലാം മറ്റു പല അസുഖങ്ങൾക്കും ഈ ലക്ഷണങ്ങൾ കാണാമല്ലോ. ഉണ്ട്. ഒട്ടുമിക്കുള്ള ന്യൂറോളജിക്കൽ കണ്ടീഷനിലെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾ വരാം. ഇപ്പം ഒരു തലയിൽ ബ്ലീഡിംഗ് ഉണ്ടായാലും കൂടി നമുക്ക് ഈ ഛർദിലും അതേപോലെ തന്നെ തലവേദനയും ഒക്കെ ഉണ്ടാവാം. പിന്നെ ചെറിയ ഈ മൈഗ്രെയിൻ പോലത്തെ അസുഖങ്ങൾ, ഒരു സൈഡ് തലവേദനയും അത് തന്നെ ഛർദിലും കാര്യങ്ങളൊക്കെ വരാം. ഇതെല്ലാം ട്യൂമർ പോലെ ഇരിക്കും. പക്ഷേ ഇതൊന്നും ട്യൂമറിന്റെ കണ്ടീഷനല്ല. സിമിലാരിറ്റി ഉണ്ടാവും ഇതിന്. അതുപോലെ തലയുടെ പിൻഭാഗത്ത് വേദന വരികയാണെങ്കിൽ അത് ഒരു ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണമായിട്ട് പറയാൻ കഴിയുമോ? സാധാരണ തലവേദന നമുക്ക് ഫോർഹെഡ് മുൻപിലാണല്ലോ വരുന്നത്. തലയുടെ പുറകിൽ വരുന്ന വേദന നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാൻ സഹായിക്കുമോ? അതും അങ്ങനെയും വരാം. അത് ട്യൂമറിനും അങ്ങനത്തെ തലയിൽ പിൻഭാഗത്തായിട്ട് വരാം. ചില സമയത്ത് ഈ സ്പൈനൽ ട്യൂമർ കാരണവും അത് എന്റെ നരമ്പുകൾ അഫക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ബാക്കിൽ വേദനയായിട്ട് വരാം. ഡോക്ടർ കുറച്ചു മുമ്പ് പറയുകയുണ്ടായി ഈ MRI CT സ്കാൻ ഇവയൊക്കെയാണ് ഈ ട്യൂമർ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇതെല്ലാം നമുക്ക് രക്തപരിശോധനയിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു ട്യൂമർ ഉണ്ടോ അതല്ലെങ്കിൽ അതൊരു
ക്യാൻസറസ് ട്യൂമർ ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയുമോ? രക്തപരിശോധനയിലൂടെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ട്യൂമർ ഉണ്ടോ എന്നുള്ളത്. അത് നമ്മൾ ഇമേജിംഗ്, അതായത് CT സ്കാനോ MRIയോ വെച്ച് ചെയ്യാനായിരിക്കും പറ്റും. നമുക്ക് ഇത് നേരത്തെ കൂട്ടി അറിയാൻ സ്ക്രീനിങ് അത് തന്നെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് സ്ക്രീനിങ് എന്നൊരു ടെസ്റ്റ് നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് അങ്ങനെ ഈ ബ്രെയിൻ ട്യൂമേഴ്സിന് ഇല്ല. കാരണം ബ്രെയിൻ ട്യൂമേഴ്സ് നമ്മൾ സിംറ്റമാറ്റിക് ആകുമ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ സ്കാനുകൾ എടുക്കുന്നത്. അല്ലാതെ ഒരു സ്ക്രീനിങ് ടൂൾ, ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറിനും കോളോൺ ക്യാൻസറിനും ഒക്കെ നമ്മൾ സ്ക്രീനിങ് ടൂളായിട്ട്, ബ്രസ്റ്റ് ക്യാൻസറിന് ഇപ്പോൾ മാമോഗ്രാം എടുക്കും, കൊളോണിക് ക്യാൻസറിന് ഇപ്പം നമ്മൾ കൊളനോസ്കോപ്പി ചെയ്യും. അങ്ങനത്തെ ഒരു സ്ക്രീനിങ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യത്തിന് വരുന്നില്ല. എനിക്ക് ബ്രെയിൻ ട്യൂമർ വരും എന്ന് വിചാരിച്ചുകൊണ്ട് MRI എടുക്കുന്നോ CT എടുക്കുന്ന ഒരു കണ്ടീഷൻ ഇന്നേ വരെ നമ്മൾ അങ്ങനെ ഡിവൈസ് ചെയ്തു. ഡോക്ടർ കുറച്ചു മുമ്പേ പറയേണ്ടായി തലവേദന വരാം, അതല്ലെങ്കിൽ കാഴ്ച മങ്ങും, ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ കാണാമെന്ന്. അതുപോലെ തന്നെ സ്വഭാവത്തിൽ തന്നെ ചിലപ്പോൾ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ലേ? ഓർമ്മ പോകാൻ അങ്ങനെയൊക്കെ ഒരു സാധ്യത എങ്ങനെയാണ് വരാം? ഇപ്പൊ നമ്മൾ ഈ ഫ്രോണ്ടൽ ലോബിലേക്ക് വരുന്ന, ഫ്രോണ്ടൽ എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിലെ മുൻഭാഗത്ത് വരുന്ന, ആ ഭാഗത്ത് വരുന്ന ട്യൂമറുകളിൽ നമുക്കൊരു സ്വഭാവ വ്യത്യാസം വരാം. അത് കൂടുതൽ ഈ ഗ്ലയോമ പോലത്തെ ട്യൂമറുകളിലാണ് വരുന്നത്. നമ്മൾ കൂടുതലായിട്ട് ആ ഒരു ലോബുകളൊക്കെ നന്നായിട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ സെൽസുകളൊക്കെ പോകുമ്പോൾ അതിന്റെ കുഴപ്പം കൊണ്ടുണ്ടാവുന്ന ബിഹേവിയറൽ ചേഞ്ചസ് വരാം. പിന്നെ മെമ്മറി ലോസ് വരാം. ഈ ബ്രെയിൻ ട്യൂമറും സ്പൈൻ ട്യൂമറും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം നമുക്ക് പറയാൻ കഴിയുമോ? ഇത് തമ്മിൽ വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്ന് ബ്രെയിനിലും ഒന്ന് സ്പൈനിലും ആയിരിക്കാം. പക്ഷേ ചില ബ്രെയിൻ ട്യൂമറുകൾ സ്പൈനിലേക്ക് വരാം. ഫോർ എക്സാമ്പിൾ, ചില മെഡുലോബ്ലാസ്റ്റോമ എന്ന് പറയും, കുട്ടികളിൽ കാണുന്ന ട്യൂമർ. ചില ട്യൂമർ ഈ CSF ലൈനിങ്ങിൽ വരുന്ന, അതായത് എപ്പൻഡൈമോമ, അങ്ങനത്തെ ചില ട്യൂമറുകളുണ്ട്. ആ സൈഡിൽ വരുന്ന ട്യൂമറുകൾ നമ്മളെ സ്പൈനൽ കോഡിലേക്ക് സീഡിംഗ് എന്ന് പറയും. അതായത് ഒന്നിൽ കൂടുതൽ ട്യൂമറുകൾ ഫുൾ സ്പൈനൽ കോഡ് ലെങ്തിൽ കാണാൻ പറ്റും. ഒന്നിൽ മേ ബി 10-10-അധികമോ കാണാൻ പറ്റും. അതിന് സീഡിംഗ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ ബ്രെയിൻ ട്യൂമറാണ് അതല്ലെങ്കിൽ സ്പൈനൽ ട്യൂമറാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ ചികിത്സ? ഇപ്പം ബ്രെയിൻ ട്യൂമർ ആയാലും സ്പൈൻ ട്യൂമർ ആയാലും പലതും അതിന്റെ ലൊക്കേഷൻ വെച്ചാൽ മനസ്സിലാവുന്നത്. അതൊരു വലിയൊരു ടോപ്പിക്കാണ്. എന്നാലും ഞാൻ ചെറുതായിട്ട് പറയാം. ഇപ്പൊ ബ്രെയിനിലെ ചില ഭാഗങ്ങളിൽ വരുന്ന ട്യൂമറുകൾ, ഇപ്പം ഒരു മെനിഞ്ചസ്, ആ ഒരു ഭാഗങ്ങളിൽ വരുന്നത് കൂടുതലും മെനിഞ്ചോം ആയിരിക്കും. അതൊരു ബിനൈൻ കണ്ടീഷനാണ്. അതായത് തലച്ചോറിന്റെ ആവരണത്തിൽ വരുന്ന ട്യൂമർ, അതൊരു ബിനൈൻ കണ്ടീഷൻ. ക്യാൻസറസ് ആകില്ല. അതിനെക്കുറിച്ച് അത് ക്യാൻസറസ് അല്ല. നമ്മളത് നന്നായിട്ട് അങ്ങ് എടുക്കുവാണെങ്കിൽ അത് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ തലയിലെ ഉൾഭാഗങ്ങളിൽ വരും വൈറ്റ് മാറ്റർ ഫൈബർ. അത് കൂടുതലും ഗ്ലയോബ്ലാസ്റ്റോമയാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ നമ്മുടെ CSF എന്ന് പറയുന്ന സംഭവമുണ്ട്, അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അങ്ങനത്തെ ഒരു ക്യാവിറ്റി നമ്മളെ ബ്രെയിനിലുണ്ട്. അതിന് ചുറ്റും വരുന്ന എപ്പൻഡൈമോമാസ്, അങ്ങനത്തെ ട്യൂമറുകൾക്ക് വേറൊരു ക്യാരക്ടർ ആയിരിക്കും. സോ ലൊക്കേഷൻ വെച്ച് ഓരോ ട്യൂമറിന് കോമൺ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് ട്യൂമറിനെ ക്ലാസിഫൈ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ട്രീറ്റ്മെന്റും അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഈ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞല്ലോ, ശരിയായ ചികിത്സ, ഇതിന്റെ സർജറി അല്ലാതെ മരുന്നുകൾ കൊണ്ട് നമുക്ക് ബ്രെയിൻ ട്യൂമറുകൾ ഒഴിവാക്കാൻ കഴിയുമോ? ഇപ്പം നമ്മുടെ എല്ലാ ട്യൂമറിനും ഉള്ളതുപോലെ തന്നെ കീമോതെറാപ്പിയും റേഡിയേഷൻ തെറാപ്പിയും ഇതിനും ഉണ്ട്. എന്നാൽ നമ്മളിപ്പം ചില ട്യൂമറുണ്ട്, ജെർമൈനോമ ട്യൂമറുകളുണ്ട്. ആ ട്യൂമറുകളെല്ലാം റേഡിയേഷനിൽ വർക്ക് ചെയ്യുന്ന ട്യൂമറുകളായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ചില ട്യൂമറുകൾ നമ്മൾ റേഡിയേഷൻ കൊടുത്ത് മാത്രം കാര്യമില്ല. നമ്മൾ ആ ട്യൂമറിനെ ഒന്ന് എടുക്കണം, ആദ്യമേ അത് എക്സസൈസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ റേഡിയേഷൻ കീമോതെറാപ്പിയും കൊടുക്കണമെങ്കിൽ വർക്ക് ചെയ്യുന്ന ട്യൂമർ ഉണ്ട്. ഇപ്പൊ റേഡിയോ തെറാപ്പി, കീമോതെറാപ്പി അല്ല, അത് കഴിഞ്ഞിട്ട് ഈ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പോ ക്യാൻസർ ചികിത്സയിൽ പുതിയൊരു സംവിധാനം വന്നിട്ടുണ്ടല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് ഇമ്മ്യൂണോ തെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, അതൊക്കെ ഈ ബ്രെയിൻ ട്യൂമർ ചികിത്സയിൽ എത്രമാത്രം ഫലപ്രദമാണ്? ഇമ്മ്യൂണോതെറാപ്പിയും ടാർഗറ്റഡ് തെറാപ്പിയും ഇപ്പം ബ്രെയിൻ ട്യൂമറിനും ഉപയോഗിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് പലതരം മാർക്കേഴ്സ് ഉണ്ടാവും. ഇപ്പം ഈ ട്യൂമറിന്റെ തന്നെ കുറെ റിസപ്റ്റേഴ്സ് ഉണ്ടാവും. അതിനെ ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന മെഡിസിൻസ് ആണ് നമ്മൾ ഈ ഇമ്മ്യൂണോതെറാപ്പിയും ടാർഗറ്റ് തെറാപ്പിയും ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ഇപ്പോഴത്തെ റിസർച്ചുകളിലും നമുക്ക് കുറെ ഇതേപോലെ ടാർഗറ്റഡ് തെറാപ്പി ബ്രെയിനിലും നമുക്ക് ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ പല മരുന്നുകളും ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. അമിതമായ ചെലവ് വരും, എന്നാലും ബ്രെയിൻ ട്യൂമറിനും ഇങ്ങനത്തെ ടാർഗറ്റഡ് തെറാപ്പി യൂസ് ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ സർജറി ചെയ്ത ട്യൂമറുകൾക്ക് തിരിച്ചു വരാതിരിക്കാനും വളരെ ഗുണകരമായിരിക്കും. ഈ ബ്രെയിൻ ട്യൂമറിന് വേണ്ടി റേഡിയേഷൻ ചികിത്സ മാർഗം സ്വീകരിക്കുമ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാൻ, അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഈ ശേഷികൾ, ഇപ്പോൾ കാഴ്ച, അതല്ലെങ്കിൽ കേൾവി, സ്പർശനം, അങ്ങനത്തെ ശേഷികൾക്ക് വ്യത്യാസം വരാൻ സാധ്യതയുണ്ടോ? ഉറപ്പായും. മറ്റുള്ള ട്യൂമർ പോലെ തന്നെ ഇപ്പൊ നമ്മൾ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പുതിയ കുറെ കണ്ടുപിടുത്തങ്ങളിൽ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ലൊക്കേഷൻ മാത്രമായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്ന റേഡിയോ തെറാപ്പി ഉണ്ട്. എന്നിരുന്നാലും അതിന്റെ തൊട്ടടുത്തുള്ള ഇമ്പോർട്ടന്റ്, ഇപ്പൊ നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ഒപ്റ്റിക് നരമ്പുകൾ, അതായത് കണ്ണിലേക്ക് പോകുന്ന നരമ്പുകൾ, അതിലേക്ക് റേഡിയേഷൻ വന്ന അതിന്റെ നീരുകൾ കാരണം കണ്ണിന്റെ കാഴ്ച മങ്ങാം.
ഇപ്പോ നമ്മുടെ ഈ മോട്ടോർ കോർട്ടെക്സ് എന്ന് പറയും, അതായത് നമ്മുടെ ഈ കൈ കാലുകൾ അനങ്ങുന്ന സഹായിക്കുന്ന ആ കോർട്ടിക്കൽ ഏരിയയിൽ അടുത്തുള്ള ട്യൂമർ നമ്മൾ റേഡിയേഷൻ കൊടുക്കുമ്പോൾ ആ നീര് കൊണ്ട് കൈ കാല് തളർന്നു പോകാനുള്ള ചാൻസ്, ചലനശേഷി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ കണ്ടുപിടുത്തം വെച്ചാണെങ്കിൽ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് വളരെ കുറയ്ക്കാനുള്ള റേഡിയേഷൻ ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ പ്ലാനിങ് ചെയ്ത് കറക്റ്റ് ആ ഒരു ഏരിയയിൽ മാത്രം കൊടുക്കുന്ന രീതിയിലുള്ള തെറാപ്പീസ് ഉള്ളതുകൊണ്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഇപ്പം കുറച്ചും കൂടെ കുറവായിരിക്കും മുന്നത്തേക്കാളും. ഒരിക്കലും ഒരു ട്യൂമർ വന്ന് നമ്മൾ ഇതുപോലെ റേഡിയേഷൻ അതല്ലെങ്കിൽ കീമോതെറാപ്പി എല്ലാം എടുത്തു, അതല്ലെങ്കിൽ സർജറി കഴിഞ്ഞു, വീണ്ടും വരാനുള്ള സാധ്യത എങ്ങനെയാണ്? ഇപ്പൊ നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത ട്യൂമർ, ബിനൈൻ ട്യൂമർ ആണെങ്കിൽ അത് വരാനുള്ള സാധ്യതകൾ ഉണ്ട്, എന്നാലും വളരെ കുറവായിരിക്കും. നേരെ മറിച്ച് ഗ്ലയോബ്ലാസ്റ്റോമ എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അത് നമ്മുടെ വൈറ്റ് മാറ്റർ ഫൈബേഴ്സിനെയൊക്കെ അഫക്ട് ചെയ്യുന്ന ട്യൂമേഴ്സ് ഉണ്ട്. ചില ഹൈ ഗ്രേഡ് ആസ്ട്രോസൈറ്റോമ എന്ന് പറയും. അങ്ങനത്തെ ട്യൂമറുകൾക്കെല്ലാം തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് ഈ റേഡിയേഷൻ ഇത് കൊടുത്താലും ഇത് പൂർണ്ണമായിട്ട് ഇല്ല എന്ന് ചില ട്യൂമറുകൾക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ചില ക്യാൻസർ ട്യൂമറുകൾക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിലൊന്നാണ് ഈ ഗ്ലയോബ്ലാസ്റ്റോമ. സ്ക്രീനിംഗ് ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ നേരത്തെ കൂട്ടി അറിയാൻ പറ്റും? ഒരു പൂർവ്വനിർണയം എങ്ങനെ സാധ്യമാവും? അടയാളങ്ങളാണ്. അതായത് ഇപ്പം രോഗലക്ഷണങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അമിതമായ ഛർദി ഉണ്ടാവുക, പിന്നെ തലവേദന, പിന്നെ നമ്മുടെ കൈകാലുകളിൽ ഉണ്ടാവുന്ന തളർച്ച, പിന്നെ ഫിറ്റ്സ് ഉണ്ടാവാം. അപ്പൊ വേറെ അസുഖങ്ങൾ കൊണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ വരുമെങ്കിലും നമ്മൾ കറക്റ്റായിട്ടുള്ള MRI CT സ്കാൻ ആ സമയത്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ട്യൂമർ ആണോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് പ്രായമേറിയവരിൽ വരുന്ന ഫിക്സ് ഒരുപക്ഷെ ട്യൂമറിന്റെ ഒരു ലക്ഷണമാകാം അല്ലെ? അത് ശ്രദ്ധിക്കേണ്ടതാണ്. ആവാം. അപ്പം അതിന് നമുക്കത് കറക്റ്റായിട്ട് നിർണ്ണയിക്കണമെങ്കിൽ MRI സ്കാനോ CT സ്കാനോ എടുത്ത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതാണെങ്കിൽ അതിന്റെ ലൊക്കേഷൻ വെച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം. പല ട്യൂമറുകളും പല വിധത്തിലാവുമല്ലോ പെരുമാറുന്നത്. ചിലത് ഫാസ്റ്റ് ഗ്രോയിങ് ആയിരിക്കും, ചിലത് വളരെ ചെറിയ തോതിൽ വളരുന്നതായിരിക്കും. എങ്ങനെയാണ് നമുക്ക് ഈ ഡിഫറൻസ് മനസ്സിലാക്കാൻ കഴിയുക? അതിനെ അടിസ്ഥാനമാക്കി എന്തെങ്കിലും ക്ലാസിഫിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. ലോ ഗ്രേഡ്, ഹൈ ഗ്രേഡ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സാധാരണ നമ്മൾ റേഡിയോളജിക്കലി ചില ലക്ഷണങ്ങൾ വെച്ച് MRIന്റെ ചില ലക്ഷണങ്ങൾ വെച്ച് നമ്മൾ പറയും ഓക്കെ ഈ ട്യൂമർ വലുതാവില്ല. പിന്നെ ചില ട്യൂമറുകൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ അത് എവിടെയാണ് ഇരിക്കുന്നത് ആ സ്ഥലം വെച്ച് നമുക്ക് ആ ട്യൂമറിന്റെ ഏകദേശം ഒരു ക്യാരക്ടർ മനസ്സിലാക്കും. അത് വെച്ച് നമുക്ക് നിർണ്ണയിക്കാം. അത് പ്യൂർലി റേഡിയോളജിക്കലാണ്. പിന്നെ ചില ട്യൂമറുകൾ നമ്മൾ അതിന്റെ ലൊക്കേഷൻ വെച്ചും അതിന്റെ ക്യാരക്ടറൈസേഷൻ ചിലപ്പോൾ നമുക്ക് സംശയകരമായിരിക്കും. ഇത് ചിലപ്പം ലോ ഗ്രേഡ് ആയിരിക്കുമോ ഹൈ ഗ്രേഡ് ആയിരിക്കും. അങ്ങനെയുള്ള ട്യൂമർ നമ്മൾ ഓപ്പറബിൾ ആണെങ്കിൽ അത് എടുക്കുക, ടെസ്റ്റിന് വിടുക. ചിലത് വളരെ അഗ്രസീവ് ആയിരിക്കും, അത്ര തന്നെ അഗ്രസീവ് ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു അതിപ്പോ നമുക്ക് ടെസ്റ്റിന് വിടാം. അപ്പം ബയോപ്സി ആണോ ഈ ടെസ്റ്റിന് വിടുന്നത്? കറക്റ്റ്. സാധാരണ നമ്മൾ ബ്രെയിൻ ട്യൂമർ എടുക്കണമെങ്കിൽ നമ്മൾ അതിന്റെ തൊലി പൊട്ടിക്കുക, അതിന്റെ സ്കൾ ബോൺ തുറക്കുക, അതിനുശേഷം നമ്മൾ ആവരണം തുറന്ന് നമ്മൾ ഈ ട്യൂമർ എടുക്കുന്നു. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ പറ്റുന്ന, അതായത് പേഷ്യന്റിന്റെ ഫംഗ്ഷനാലിറ്റി നിലനിർത്തിക്കൊണ്ട് നമ്മൾ ആ ട്യൂമർ എത്ര മറ്റോ എടുക്കുക, എന്നിട്ട് അത് ടെസ്റ്റിന് അയക്കുക. ടെസ്റ്റിന് ഇപ്പോൾ ഇഷ്ടംപോലെ പലതരം മാർക്കേഴ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യുക. അത് ചെയ്ത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതൊരു ഹൈ ഗ്രേഡ് ആണോ ഒരു ലോ ഗ്രേഡ് ആണോ, ഇതിന് എത്ര വളർച്ച ഉണ്ടാവാം, ഇതിന് എന്ത് തെറാപ്പി നമുക്ക് കൊടുക്കാമെന്ന്. ഈ സ്കള്ള് തുറക്കാതെ തന്നെ ഇപ്പൊ നമുക്ക് സർജറി ചെയ്യാൻ കഴിയുമോ? സർജറി സ്കള്ള് തുറക്കാതെ നമ്മൾ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ചെറിയ ഹോളിൽ കൂടെ സർജറി ചെയ്യാനുള്ള ചില സാങ്കേതിക വിദ്യകൾ വന്നിട്ട് ഇപ്പം എൻഡോസ്കോപ്പി മൂലം കുറച്ച് ട്യൂമറുകൾ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അതെല്ലാം ആ ട്യൂമറിന്റെ ലൊക്കേഷൻ പോലെ ഇരിക്കും. മിനിമലി ഇൻവേസീവ് സർജറീസ് ഉണ്ട്. പക്ഷെ അത് എല്ലാ ട്യൂമറിനും പോസിബിൾ ആയിരിക്കില്ല. ആ ട്യൂമറിന്റെ ലൊക്കേഷൻ വെച്ചായിരിക്കും നമുക്കത് പറയാൻ പറ്റുക. ചിലത് ഓപ്പൺ തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. പൊതുവെ ബ്രെയിൻ സർജറിയിലേക്ക് സക്സസ് റേറ്റ് എങ്ങനെയാണ്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പം ബിനൈൻ ആണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്ന സർജറികളും സേഫായിട്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ബ്രെയിൻ സർജറി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള സർജറി പോലെ അതിന് മൊത്തം എടുക്കുക എന്നുള്ളതല്ല. ആ എടുക്കുമ്പോൾ ആ ആൾക്ക് അയാളുടെ ബ്രെയിൻ ഫംഗ്ഷനാലിറ്റി ലൂസ് ആവാതെ വലുതായി അത് തന്നെ സംസാരശേഷി പോകുന്ന ചില ട്യൂമറുണ്ട്. പോയി കഴിഞ്ഞതിനെ പറ്റില്ല, പോവാത്തതിന് അയാളുടെ ഫംഗ്ഷനാലിറ്റി പ്രിസർവ് ചെയ്തതുകൊണ്ട്, നെർവുകളെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ട്യൂമർ എക്സൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ബ്രെയിൻ ട്യൂമറിനെയൊക്കെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം, അതല്ലെങ്കിൽ മറ്റു തരം റേഡിയേഷൻ, ഇതൊക്കെ ബ്രെയിൻ ട്യൂമറിന് കാരണമാകും എന്നൊക്കെ പലരും വിശ്വസിക്കുന്നുണ്ട്. പല പരസ്യങ്ങളിലും അങ്ങനെ കാണുന്നുണ്ട്. എങ്ങനെയാണ് ഡോക്ടർ ഇതിനെ കാണുന്നത്? ആക്ച്വലി അത് നമ്മൾ മിത്തെന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇതുവരെയായിട്ടും അത് പ്രൂവ് ചെയ്തിട്ടില്ല. നമ്മൾ മൊബൈൽ ഉപയോഗിച്ചത് കൊണ്ടോ അമിതമായി, അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും ബ്രെയിൻ ട്യൂമറിന്റെ പേഷ്യന്റ് ആയിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ അതും ഒരു മിഥ്യാധാരണയാണ്. മൊബൈൽ ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് ബ്രെയിൻ ട്യൂമർ വരാമെന്ന് ഉള്ള ഒരു പഠനങ്ങളും ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല.
സാധാരണ ഇത്തരം റേഡിയേഷൻസ് ഒക്കെ ബ്രെയിൻ ട്യൂമറിന് കാരണമാകുമെന്ന് എവിടെയും പറയുന്നില്ല അല്ലെ? റേഡിയേഷൻസ് കാരണം വേറെയും ട്യൂമർ വരാം. ഇപ്പം എയർലി ചൈൽഡ്ഹുഡിൽ എക്സ്പോസ് ചെയ്യുന്ന ചിലവർക്ക് ഇപ്പം ലിംഫോമ പോലത്തെ അസുഖങ്ങൾ വരുമ്പോൾ എക്സ്പോസ് ചെയ്യുന്ന റേഡിയേഷൻ കൊണ്ട് വേറെ പല സ്ഥലങ്ങളിലും ട്യൂമർ വരാം. അതേപോലെ തന്നെ ബ്രെയിൻ റിസ്ക് ഉണ്ട്. അതുപോലെ പ്രായവുമായി ഈ ട്യൂമറിന് ബന്ധമുണ്ടോ? ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ സ്പൈനൽ ട്യൂമറിന് ബന്ധമുണ്ടോ? ചൈൽഡ്ഹുഡ് ട്യൂമേഴ്സും അതൊരു വേറെ ടൈപ്പ് ട്യൂമറുണ്ട്, കുട്ടികളിൽ കാണുന്ന. അതേപോലെ പ്രായമായവരിൽ കാണുന്ന ട്യൂമറുകളും ഉണ്ട്. പിന്നെ മധ്യ വയസ്കരിൽ കാണുന്ന ട്യൂമറുണ്ട്. ട്യൂമർ എല്ലാ കാലത്തിലും വരാം. പക്ഷേ കുട്ടികളിൽ അധികമായി കാണുന്ന ട്യൂമർ പ്രായമായവരിൽ കാണാറില്ല. ചില ട്യൂമറുകൾ കുട്ടികളിലും കാണാറുണ്ട്. ബൈമോഡൽ എന്ന് പറയും, പ്രായമായവരിലും കാണാറുണ്ട്. അതും നമുക്ക് പ്രത്യേകിച്ച് കുറച്ചൊക്കെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമെങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ പ്രായങ്ങളിലും നമുക്ക് ഈ ബ്രെയിൻ ട്യൂമർ എക്സ്പെക്ട് ചെയ്യാം. ബ്രെയിൻ സർജറിയും സ്പൈനൽ സർജറിയും ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ രോഗിയെ പൂർണ്ണമായി സുഖം പ്രാപിക്കും എന്ന് പറയാൻ കഴിയുമോ? അത് ആ ട്യൂമറിന്റെ ക്യാരക്ടർ പോലെയായിരിക്കും. ഇപ്പോൾ ഒരു ബിനൈൻ ട്യൂമർ ആണെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ മാത്രം വളരെ കുറവായി കുറച്ച് തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. അതിന് നമുക്ക് ആ സമയത്ത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ അത് സുഖം പ്രാപിക്കുകയും പിന്നെ വരാതിരിക്കുകയും ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ചില ക്യാൻസറസ് ട്യൂമറുകളുണ്ട്. അത് നമുക്ക് ചിലത് ഓപ്പറേഷൻ കഴിഞ്ഞാലും തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതിന്റെ പ്രിവെന്റീവ് മെഷറായിട്ട് നമുക്ക് കീമോതെറാപ്പിയും റേഡിയേഷൻ തെറാപ്പിയും എല്ലാം ഉണ്ട്. എന്നാൽ ഈ ഒരു തെറാപ്പി മൂലം നമുക്ക് ഇതിന്റെ കുറച്ചും കൂടെ ഇതിന്റെ ക്യൂർ റേറ്റും നമ്മളെ ലൈഫ് എക്സ്പെക്ടൻസിയും കൂട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ തെറാപ്പീസ് വെച്ചിട്ട്. എന്തായാലും രോഗിയുടെ ജീവിത ഗുണനിലവാരം ഉയർത്താനും ജീവിത ദൈർഘ്യം വർദ്ധിപ്പിക്കുവാനും ഈ സർജറി സഹായകമാകാറുണ്ട് അല്ലെ? അധികവും മുന്നത്തെ കാലങ്ങളിൽ നമ്മൾ പേഷ്യന്റ് ക്വാളിറ്റി ഓഫ് ലൈഫിനെക്കാട്ടി കൂടുതൽ ആ ട്യൂമർ എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ ഒരു തലമുറയിൽ നമുക്ക് വർദ്ധിച്ചു വരുന്ന പുതിയ ടെക്നോളജീസ് വെച്ച് നമുക്ക് മാക്സിമം ആളുടെ ഫംഗ്ഷനാലിറ്റി നിലനിർത്തിക്കൊണ്ട് നമുക്ക് ട്യൂമർ എക്സൈസ് ചെയ്യുകയും മിച്ചം ഇരിക്കുന്ന ട്യൂമറുകളെ നമ്മൾ റേഡിയേഷനും കീമോതെറാപ്പിയും മൂലം കരിക്കാൻ സാധ്യമാണ്. ഇപ്പം അമിതമായി വളർച്ചയില്ലാത്ത ട്യൂമറുകളും ബിനൈനായ ട്യൂമറുകൾക്കും നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആളുടെ ക്വാളിറ്റി ഓഫ് ലൈഫും പോകുന്നില്ല, അവരുടെ ഫംഗ്ഷനാലിറ്റിയും നിലനിർത്താൻ പറ്റും. ചില ക്യാൻസറസ് ട്യൂമറുകൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാതെ തന്നെ ഇവരുടെ ഫംഗ്ഷണൽ ഏരിയാസിലേക്ക് പോയി അത് ഇൻഫിൽട്രേറ്റ് ചെയ്യുകയും അവരുടെ ഫംഗ്ഷനാലിറ്റി അഫക്റ്റ് ചെയ്യുകയും പിന്നെ നമുക്ക് ആ സർജറി കൊണ്ട് അതിന്റെ ഗുണം കിട്ടാതെ വരികയും ചെയ്യാം. പക്ഷേ എന്നാലും ദൈർഘ്യം വർദ്ധിപ്പിക്കാൻ കഴിയും. എന്നാലും നമ്മളൊരു വലിയ ക്യാൻസറസ് ആണെങ്കിൽ നമുക്കൊരു വലിയൊരു ദൈർഘ്യം പറയാൻ പറ്റിയില്ലെങ്കിലും ഒരളവ് വരേക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഡോക്ടർ ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് ബ്രെയിൻ ട്യൂമർ നമുക്ക് നേരത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ രോഗിക്ക് ചികിത്സ നൽകാൻ കഴിയും. പക്ഷേ എല്ലാ ട്യൂമറുകളും ക്യാൻസറസ് അതല്ലെങ്കിൽ കൂടുതൽ അപകടകാരികളാകണമെന്നില്ല. അതുപോലെ വളരെ അഗ്രസീവായ ട്യൂമറുകൾക്ക് ചിലപ്പോൾ നമ്മുടെ ചികിത്സ കൊണ്ട് ഏറെ നാൾ പ്രയോജനം കിട്ടണമെന്നും നിർബന്ധമില്ല. ശരിയാണ്, പറഞ്ഞ കറക്റ്റാണ്. അപ്പം എല്ലാ ട്യൂമറും ക്യാൻസറസ് ആവണമെന്നില്ല. ഈ മെൻജിയോമ അതുപോലെയൊക്കെയുള്ള ട്യൂമർ കണ്ടീഷൻസ് നമുക്ക് രോഗികൾക്ക് പൂർണ്ണസുഖം നൽകാനും കഴിയും. ഈ ചില ട്യൂമറുകൾ ഒഴിച്ചാൽ അധികമായിട്ടുള്ള ട്യൂമറുകളും ഗുണമുണ്ടാക്കുന്ന ട്യൂമറുകളായിരിക്കും. മെനിഞ്ചിയോമയാണ് നമ്മൾ കൂടുതലായിട്ട് ബിനൈൻ ട്യൂമറുകൾ നല്ല റിസൾട്ട് കിട്ടുന്ന രോഗികൾക്ക് നല്ല റിസൾട്ട് കിട്ടാവുന്ന ട്യൂമറുകൾ. ഇതും തിരിച്ചു വരാൻ സാധ്യത ഉണ്ടെങ്കിലും ഇതൊന്നും ക്യാൻസറസ് അല്ല. നമ്മൾ കറക്റ്റായിട്ട് അത് എടുക്കുകയും അതിനുള്ള ട്രീറ്റ്മെന്റ് കറക്റ്റും കൊടുത്തു കഴിഞ്ഞാൽ അത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ ഫോളോ അപ്പ് ചെയ്യുക, 6 മാസം ഫോളോ അപ്പ് ചെയ്യുക. എന്തെങ്കിലും അധികം വരുവാണെങ്കിൽ നമ്മൾ അതിനെ ആ സമയത്ത് അതിനെ ട്രീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് ആ ഒരു ഏരിയയിൽ ഫോക്കസ്ഡ് ആയിട്ട് റേഡിയേഷൻ കൊടുക്കുകയോ ചെയ്താൽ ഗുണകരമായിരിക്കും. എന്തായാലും ബ്രെയിൻ ട്യൂമറിനെ കുറിച്ചും സ്പൈനൽ ട്യൂമറിനെ കുറിച്ചും ഇത്രയും കാര്യങ്ങൾ വിശദമാക്കിയതിന് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി. ബ്രെയിൻ ട്യൂമറുകൾ അഥവാ